ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു സംരംഭമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്നത്തെ സംരംഭം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫ് കുറച്ച് ഈസിയാക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു സംരംഭത്തെക്കുറിച്ചാണ്. ഇതിൽ നമുക്ക് അധികം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. പക്ഷേ നമുക്ക് പ്രവർത്തിക്കാനുള്ളൊരു നല്ലൊരു മനസ്സുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ ഇത് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമില്ല, ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്. അപ്പം നമുക്ക് എന്താണ് ബിസിനസ് എന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഒപ്പം ഷെയർ ചെയ്യാനും മടിക്കരുത്. അപ്പം നമുക്ക് നേരിട്ട് കാര്യത്തിലേക്ക് കടക്കാം. ഇന്ന് ഒരുപാട് അവസരങ്ങളുള്ള, അല്ലെങ്കിൽ ഒരുപാട് സാധ്യതകളുള്ള ഒരു ചെറിയൊരു ബിസിനസ്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ആ ബിസിനസ് മറ്റൊന്നുമല്ല, പാക്കിംഗ് ആൻഡ് മൂവിങ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ സാധനങ്ങളൊക്കെ ഒരു ഏരിയയിൽ നിന്ന് പാക്ക് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട്. അങ്ങനെയുള്ളൊരു സംരംഭമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇന്ന് ആളുകൾ മിക്കവാറും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കിന് താമസം മാറാം, അല്ലെങ്കിൽ അവരുടെ സാധനങ്ങൾ കൊണ്ടുപോകാം. അപ്പം നമ്മൾ ഇന്നത്തെ കാലത്ത് അതിനു വേണ്ടി പാക്ക് ചെയ്യാനായിട്ടും, അല്ലെങ്കിൽ ഇതിനെ വണ്ടി വിളിച്ച് ആ വണ്ടിയിൽ കയറ്റി നന്നായി പാക്ക് ചെയ്ത് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ നമുക്ക് എവിടെയാണോ എത്തിക്കേണ്ടത് ആ സ്ഥലത്ത് നമ്മൾ എത്തിക്കാനായിട്ട് കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാകും. അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. കാരണം ഒരുപാട് വീട്ടു സാധനങ്ങളുണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് ഐറ്റംസ്, ഓഫീസ് ഫർണിച്ചർ, എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാകാം. ഇവയൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഓഫീസ് ഷിഫ്റ്റിംഗ് ആയിക്കോട്ടെ, ഹൗസ് ഷിഫ്റ്റിംഗ് ആയിക്കോട്ടെ, ഫർണിച്ചർ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഇതിന് നമ്മൾ പറയും പാക്കിംഗ് ആൻഡ് ഷിഫ്റ്റിംഗ്, അല്ലെങ്കിൽ മൂവിങ് എന്നാണ്. മൂവിങ് ബിസിനസ്സാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ബിസിനസ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ ബിസിനസ്സിനകത്ത് നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആവശ്യമായിട്ട് വരുന്നത്, നമുക്ക് വാഹനം വേണം, ഒരു വണ്ടി വേണം. വണ്ടി നമുക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ അത്ര നല്ലതില്ലെങ്കിൽ നമുക്ക് റെൻറ്റിൽ വേണമെങ്കിൽ വണ്ടി എടുക്കാം. അതുപോലെ തന്നെ കുറച്ച് പണിക്കാർ ആവശ്യമുണ്ട്, ലേബേഴ്സിനെ ആവശ്യമുണ്ട്. കാരണം ഇതൊക്കെ പാക്ക് ചെയ്യാനായിട്ടും സ്ഥലങ്ങളിൽ എത്തിക്കാനായിട്ടും നമുക്ക് ലേബേഴ്സ് ആവശ്യമായിട്ട് വരും. അപ്പം നമുക്ക് വേണ്ട കാര്യങ്ങൾ, ഒന്ന് ഒരു വണ്ടി വേണം, രണ്ടാമത് നമുക്ക് ലേബേഴ്സ് വേണം. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ പ്രൊഫഷൻ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ബിസിനസ്സുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംരംഭമുണ്ട്, ഇത് ജനങ്ങളിലേക്ക് എത്തിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു വിസിറ്റിംഗ് കാർഡ് തയ്യാറാക്കാം, അല്ലെങ്കിൽ നല്ലൊരു അഡ്വർടൈസ്മെൻറ്റ് നമുക്ക് സോഷ്യൽ മീഡിയ വഴി തന്നെ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. നമുക്ക് ഏത് ഏരിയ ആണോ നമ്മൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഏരിയയുടെ സറൗണ്ടിങ്സിൽ നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ പറ്റും സോഷ്യൽ മീഡിയ വഴി. അങ്ങനെ നമുക്ക് ടാർഗറ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിൽ നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പം ഒന്ന് മാർക്കറ്റിംഗ് വേണം. രണ്ടാമത് വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വെഹിക്കിൾ ആവശ്യമാണ്, പിന്നെ ലേബേഴ്സ് ആവശ്യമാണ്. ഇതിനെല്ലാം ഉപരി നമ്മൾ കസ്റ്റമേഴ്സുമായിട്ട് ഡീല് ചെയ്യുന്നത് വളരെ സൗമ്യമായിട്ടായിരിക്കണം അവരുമായിട്ട് ഡീല് ചെയ്യേണ്ടത്. ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ട് കസ്റ്റമേഴ്സുമായിട്ട് ഡീല് ചെയ്യുക. ഒരിക്കലും അവരെ വെറുപ്പിക്കുന്ന തരത്തിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പാടില്ല. എപ്പോഴും കസ്റ്റമേഴ്സിൻ്റെ കൂടെ തന്നെ നിൽക്കണം. അപ്പം നിങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. ഈ ബിസിനസ്സിനകത്ത് നമുക്ക് വേറെ നഷ്ടമൊന്നും വരാനില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്, നമുക്ക് നഷ്ടം വരാനായിട്ടില്ല. ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. വീട്ടിൽ തന്നെ ഒരു ഓഫീസ് അറ്റ്മോസ്ഫിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് കസ്റ്റമേഴ്സുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് നമുക്ക് അവരുടെ സ്ഥലത്ത് പോകുന്നു, അവരുടെ സാധനങ്ങൾ എന്തൊക്കെയാണോ അത് അവർ പറയുന്ന സ്ഥലത്ത് നമ്മൾ എത്തിച്ചു കൊടുക്കണം. എത്തിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവരുടെ സാധന സാമഗ്രികളൊന്നും ഡാമേജ് ആകാതെ ശ്രദ്ധിക്കണം. അത് നമ്മൾ വിടുന്ന ലേബേഴ്സിൻ്റെ അടുത്ത് നമ്മൾ കൃത്യമായിട്ട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം, അല്ലെങ്കിൽ അവർക്കൊരു ട്രെയിനിങ് കൊടുക്കുക. കറക്റ്റ് സമയത്ത് നമ്മൾ അവിടെ എത്തിക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ ഈ ബിസിനസ് നമുക്ക് വളരെയധികം ലാഭം ഉണ്ടാക്കി തരുന്നൊരു ബിസിനസ്സാണ്. ഇത് വെറുതെ തള്ളിക്കളയണ്ട. ഇപ്പോൾ ആളുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്.
ഇങ്ങനത്തെ ബിസിനസ്സുകളൊക്കെ. അപ്പം വളരെ കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്കത് കിലോ റേറ്റിൽ വാങ്ങിക്കാം, അല്ലെങ്കിൽ സാധനത്തിൻ്റെ വലിപ്പമനുസരിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകത അനുസരിച്ചോ ഉള്ള റേറ്റിൽ നിങ്ങൾക്ക് ഈ സാധനങ്ങൾ യഥാസ്ഥലത്ത് നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യാനോ മൂവ് ചെയ്യാനോ ഒക്കെ നിങ്ങൾക്ക് അവരോട് റേറ്റ് പറയാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് അടുത്തൊരു ബിസിനസ്സിൽ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.